ഭാഗ്യവാരോ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ കുടമാളൂർ ശർമാജിയാണ്. ശർമാജി, സ്വാഗതം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫലങ്ങൾ പൊതുവായിട്ട് പ്രവചിക്കുവാനായി പോകുന്നു. അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള 27 നക്ഷത്രങ്ങളെ, മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലായി 2.25 നക്ഷത്രം വീതം ഭാഗിച്ച് പൊതുവായ ഫലങ്ങൾ ആണ് പ്രവചിക്കുവാൻ പോകുന്നത്. ആദ്യത്തെ മേടൻ രാശി. മേടം രാശിയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫലമാണ് കേൾക്കാൻ പോകുന്നത്. മേടൻ രാശിയിലെ അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം 15 നാഴിക. വിഷുഫലം ചിന്തിക്കുമ്പോൾ ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനമാന്ദ്യം വിവിധ രീതികളിൽ വരാനുള്ള സാഹചര്യം കാണുന്നു. അത് ആരോഗ്യപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ മറ്റേതെങ്കിലും കുടുംബപരമായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും പഠനത്തിനും പരീക്ഷകൾക്കും എന്തെങ്കിലും തടസ്സങ്ങൾ വന്നേക്കാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ വർഷാന്ത്യം, അതായത് 2026 നവംബർ ഡിസംബർ മാസത്തോടു കൂടി ഈ വക തടസ്സങ്ങൾക്ക് മാറ്റം സംഭവിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം 2-3 തവണ ജോലിക്ക് തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും ആണ്ടവസാനം, അതായത് ഇംഗ്ലീഷ് വർഷം 2026 ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി ഏതെങ്കിലും അസ്ഥിരമാണെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. ശർമാജി, വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പരിശ്രമങ്ങൾ ഒരു 2-3 തവണ പരിശ്രമിച്ചിട്ട് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് ജോലി കിട്ടാതെ വരികയോ ഉദ്ദേശിച്ച ജോലി കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ശമ്പളം, പ്രതീക്ഷിച്ച തസ്തിക ഇങ്ങനെയുള്ളതൊക്കെ കിട്ടാനുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഡിസംബർ മാസത്തോടു കൂടി വിദേശത്തേക്കൊക്കെ പോകാൻ സാധിക്കും. പ്രശ്നങ്ങളെല്ലാം തീർന്ന് തടസ്സങ്ങളെല്ലാം തീർന്ന് പോകാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാവും, ജോലിയുടേതിന് ശരിയാവും, ഏറെക്കുറെ പ്രതീക്ഷിച്ച ജോലി കിട്ടാനുള്ള സാഹചര്യവുമുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യത്തെ 2-3 എണ്ണം തടസ്സം വരികയോ നിശ്ചയിച്ചു വെച്ച കല്യാണം തടസ്സം വരികയോ അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ മാറിപ്പോവുകയോ ചെയ്യാം. എന്നിരുന്നാലും പുതിയ ആണ്ട്, അതായത് 2027 ജനുവരി മാസത്തോടു കൂടി വേണമെങ്കിൽ വിവാഹം ഉറയ്ക്കാവുന്നതാണ്. കലാപരമായും രാഷ്ട്രീയക്കാർക്കും കലാപരമായിട്ടും അവർക്ക് പ്രതീക്ഷിച്ച പിന്തുണ കിട്ടാതെ വരികയും അതുപോലെ തന്നെ ജനഹൃദയങ്ങളിൽ ഉള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെടുകയും നിശ്ചയിച്ചുറപ്പിച്ചു വെച്ച വിജയം കിട്ടാതെ വരികയും ചെയ്യും. 2027 സ്റ്റാർട്ടിങ് മുതൽ അവർക്ക് പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയക്കാർക്കാണ് രാഷ്ട്രീയ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലുള്ളവർക്ക് അങ്ങനെയും കലാപരമായിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെയും ചില പുതിയ രക്ഷാകവാടം, പുതിയ രക്ഷാമാർഗം ഉണ്ടാവുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. അതുവരെ പരാജയമോ ജനപിന്തുണ നഷ്ടപ്പെടുകയോ അംഗീകാരം ലഭിക്കാതിരിക്കുകയോ ചെയ്യും. കോടതി കേസ് ഒക്കെ കച്ചേരിയും കോടതിയിലും ഒക്കെ കിടക്കുന്നവർക്ക് പരാജയപ്പെടുവാനോ കേസ് നീണ്ടുപോകുവാനോ സാധ്യതയുള്ളതിനാൽ ഏതെങ്കിലും തരത്തിൽ ന്യായമായ ഒരു ഒത്തുതീർപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ജയിച്ചാൽ പോലും അപ്പീൽ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നതായിരിക്കും ഭംഗി. ഇടവം രാശി, കാർത്തിക 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യം 30 നാഴിക. വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം, മാർക്ക്, ഉത്സാഹം, ഉണർവ് ഇതെല്ലാം വർഷം തുടക്കത്തിലെ തന്നെ ഉണ്ടാവും. എന്നാൽ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒക്കെ ആവുന്ന മുറയ്ക്ക് പഠിപ്പിൽ ഉത്സാഹങ്ങൾ ക്രമേണ കുറയുകയോ പഠിക്കാനുള്ള സാഹചര്യത്തിന് എന്തെങ്കിലും വിലങ്ങുതടികൾ ഉണ്ടാകുകയോ
പരീക്ഷാ പഠനവേളകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ വന്ന് 2027 സ്റ്റാർട്ടിങ് മുതൽ തടസ്സങ്ങളൊക്കെ മാറി വീണ്ടും ഇപ്പം നിലവിൽ നല്ല വിദ്യാഭ്യാസവും മാർക്കും വിജയവും ഉത്സാഹവും ഉള്ള പോലെ തന്നെ ഇടയ്ക്കൊരു ഇൻ്റർവെൽ 5-8 മാസത്തേക്കൊണ്ട് പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. 2027 ജനുവരി മുതൽ വീണ്ടും പഠനോത്സാഹം, വിജയം, നല്ല മാർക്ക് എന്നിവയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യതകളൊക്കെ ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിനുള്ളിലായിട്ട് പരിശ്രമമെന്നെ അവനവൻ്റെ പഠിപ്പും കഴിവും അനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ജൂലൈ ആഗസ്റ്റ് മാസം വരെ അനുകൂലമായ സന്ദർഭമാണ്. ജോലി കിട്ടാനും വിദേശത്തേക്ക് പോകാനും അതിനുവേണ്ട തടസ്സങ്ങളൊക്കെ മാറാനും ഉള്ള യോഗങ്ങളുണ്ട്. ആഗസ്റ്റ് മാസം മുതൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഈ ഇടവരാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം മുതൽ തടസ്സങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. അതായത് അത് ജോലിയിലും കുടുംബത്തിലും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മറ്റ് എല്ലാ തലങ്ങളിൽ നിൽക്കുന്ന രാശിക്കാർക്ക് തടസ്സങ്ങൾ പലതും ഉരുണ്ടുകൂടാനുള്ള സാധ്യതയുണ്ട്. ഓരോ തൊഴിൽ മേഖല പറഞ്ഞോളൂ പറയാം. ബിസിനസ്സുകാർക്ക് കൂടുതലധികം പണം ഈ രാശിക്കാർ മുടക്കാതിരിക്കുകയാണ് ആഗസ്റ്റ് മുതൽ നല്ലത്. കാരണം വ്യാജഗ്രഹത്തിൻ്റെ നിപ്പ് മുടിഞ്ഞു വാഴും, മാനം പോവും, മുഖവിളി കൂട്ടും എന്നാണ്. കൂടുതൽ പണം മുടക്കുകയും ആദായം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അധികം പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഉള്ള ബിസിനസ്സുകൾക്ക് വലിയ കുഴപ്പം സംഭവിക്കുന്നതല്ല. ഗവൺമെൻറ് എംപ്ലോയീസിന് മേലധികാരികളുടെ ഷൗട്ടിങ്, അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ നീരസം, യൂണിയനും ട്രേഡ് യൂണിയനും മറ്റും കൈമാറുന്ന അവസ്ഥ, പനിഷ്മെൻറ്റ്, ഏതെങ്കിലും ചെറിയ കൈയബദ്ധങ്ങളൊക്കെ സംഭവിക്കാനും അപമാനഭാരത്താൽ ട്രാൻസ്ഫർ മുതലായതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് രോഗം വർദ്ധിക്കുവാനും പുതിയ വൈദ്യ രംഗങ്ങൾ, പുതിയ ഡോക്ടർ, പുതിയ ആശുപത്രി, പുതിയ ട്രീറ്റ്മെൻറ്റ് അവ ഫലപ്രാപ്തിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പഴയ രോഗങ്ങൾ മാറണമെങ്കിൽ പുതിയ രോഗങ്ങൾ ഓരോന്നും കടന്നു വന്ന് കഴിയുമ്പോഴേ പഴയ രോഗങ്ങൾ മാറത്തുള്ളൂ. അങ്ങനെ ഇടകലർന്ന് മരുന്ന് നിർത്താൻ വയ്യാത്തൊരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു രീതി കാണുന്നുണ്ട്. പഴയ രോഗങ്ങൾ മാറും, പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. വിവാഹാലോചന വരുന്നവർക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ തടസ്സമോ അപമാനഭീതിയോ മാറ്റിവെക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിന് വയ്യാവേലികളോ ഒക്കെ വന്നു ചേരാം. 2027 ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി തടസ്സപ്പെട്ട് കിടക്കുന്ന വിവാഹം, മംഗളകർമ്മങ്ങൾ, നിശ്ചയം, മനസ്സമ്മതം ഇങ്ങനെയുള്ളതൊക്കെ വീണ്ടും പുനർജീവിക്കാനും അവ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. മകയിരം ഒടുവിലത്തെ 30 നാഴിക, തിരുവാതിര പുണർദം 45 നാഴിക. നമുക്ക് വിദ്യാർത്ഥികൾക്ക് പൊതുവേ ക്ഷീണകാലം ആയിരുന്നു. പഠിപ്പിലും ആരോഗ്യത്തിലും മനസ്സിലും ഒക്കെ ക്ഷീണമായിരുന്നു. അവ മാറി പഠിക്കണം എന്നുള്ള തോന്നലും നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള തോന്നലും അതിനനുസരിച്ചുള്ള നല്ല പഠിത്തവും മാർക്ക് കൂടുതൽ കിട്ടാനും ഒക്കെ ഉള്ള ഒരു സാധ്യതകൾ തെളിയുന്നു. ഈ പുതിയ അധ്യയന വർഷം ഈ രാശിപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന മിടുക്ക്, പഠന മികവ് എല്ലാം ഉണ്ടാവും. വിദേശ ജോലി തേടുന്ന ആൾക്കാർക്ക്, വിദേശത്തേക്ക് ജോലിക്ക് സാധ്യതയുള്ളവർക്ക് ഉദ്ദേശിച്ച സ്ഥലമല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക്, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക്, മറ്റൊരു തസ്തികയിലേക്ക് വേറിട്ട ജോലികൾ കിട്ടും, യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ജോലി സ്ഥിരമാവാനായിട്ട് ചിലപ്പം 1-2 വർഷം കാത്തിരിക്കേണ്ടി വരും. ബിസിനസ് സംബന്ധമായിട്ട് കുറേ കൂടുതൽ പണം മുടക്കും എന്ന് കാണുന്നുണ്ട്. ഈ രാശിയിൽപ്പെട്ട ഏത് ബിസിനസ് ചെയ്യുന്നവരും കുറച്ച് കൂടുതൽ പണം മുടക്കി കാലോചിതപരമാക്കാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം ഈ ജൂൺ മാസം മുതൽ ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് ലാഭങ്ങൾ കിട്ടും എങ്കിലും അടിസ്ഥാനപരമായ ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല. അതിന് കുറെ കൂടെ കാത്തിരിക്കേണ്ടി വരും. സിനിമാ കലാരംഗത്ത് നിൽക്കുന്നവർക്ക്, സിനിമാ രംഗത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും നിൽക്കുന്നവർക്ക് 1-2 നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ
ഉദ്ദേശിച്ച പോലെ പണം കിട്ടാതെ വരികയോ ഉദ്ദേശിച്ച പോലെയുള്ള പ്രശംസ കിട്ടാതെ വരികയോ ചെയ്യും. പക്ഷെ തിരക്ക് കൂടും, അവസരങ്ങൾ കൂടും. അവസരങ്ങൾ ക്ഷണിക്കപ്പെടാത്ത മേഖലയിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് വർക്കുകളൊക്കെ കിട്ടും. വലിയ ദീർഘകാലമായിട്ട് അതിൽ കടന്നുകൂടി നിൽക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല. കിട്ടുന്ന അവസരങ്ങളിൽ സാമ്പത്തികമൊക്കെ ചെക്കൊക്കെ മേടിക്കാതെ ഉള്ളത് പണമായിട്ട് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്നൊരു പ്രശംസ വരും. അതുപോലെ തന്നെ ആ പ്രശംസ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിലും മതത്തിലും ട്രേഡ് യൂണിയത്തിലും സാമൂഹ്യ രംഗങ്ങളിലും മതജാതി വർഗ വർണ്ണ ഇടപെടലുകളിലും രാഷ്ട്രീയത്തിലും സിനിമ, സീരിയൽ, കലയുമായി ബന്ധപ്പെട്ട എല്ലാ ഫീൽഡിലും അവസരങ്ങൾ ചെറിയ തോതിൽ അപ്രതീക്ഷിതമായി വന്ന് പേരും പ്രശംസയും കിട്ടും. പക്ഷെ നിലനിൽക്കുന്നതല്ല, അന്നേരം തീരും. പക്ഷെ ശാശ്വതമാവണമെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പുതിയ വീട്, വാഹനമൊക്കെ വാങ്ങിക്കാൻ പുതിയ വീട്, വാഹനം വാങ്ങേണ്ടവർക്ക് മോഹങ്ങൾ പോലെ കിട്ടുന്നില്ലെങ്കിലും അവർക്ക് ചെറിയൊരു വസ്തു, വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ്, അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ, കെട്ടിടം പുതുക്കി അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യാനും ഉള്ളവ പരിഷ്കരിക്കാനും വാഹനങ്ങളൊക്കെ ഒന്ന് പുതുക്കാനും, ഇപ്പം പെട്രോൾ വണ്ടി ഇലക്ട്രിക് ആക്കാനും അല്ലെങ്കിൽ കുറേ കൂടെ ഒന്ന് വെച്ചുമാറാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും മോഹങ്ങൾ പൂർണ്ണമായി തീരുന്നതല്ല. പക്ഷേ നിരാശപ്പെടേണ്ടതില്ല. ചെറിയൊരു വസ്തുവും വീടും വാഹനവും ഒക്കെ വാങ്ങാനുള്ള ലോണ് കാര്യങ്ങൾ ഒക്കെ കിട്ടും. ഉദ്ദേശിച്ച തുക അതിനുവേണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് കടത്തയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. പൂർണ്ണമായ ഒരു സംതൃപ്തിയില്ല, പക്ഷേ സന്തോഷമുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അല്പം ഗ്രേഡും കാര്യങ്ങളുമൊക്കെ കൂടുതലായിട്ട് കിട്ടും. ട്രാൻസ്ഫർ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൂടെ അതിനോടൊപ്പം ഉണ്ടാവും. പ്രമോഷനോ അല്ലെ ശമ്പള വർധനവോ കിട്ടി എന്ന് വിചാരിച്ച് അതിൽ നിന്ന് സമ്പാദിക്കാനോ ചിട്ടിയോ ലോണോ ഒക്കെ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. ദൂരെ എവിടെയെങ്കിലും പോകും. HR കൂടുതലായിട്ട് വരും, മെഡിക്കൽ കൂടുതലായിട്ട് വരും, അവർക്ക് ട്രാൻസ്പോർട്ടിങ് കൂടുതലായിട്ട് വരും. കൂടുതൽ സന്തോഷിക്കേണ്ട, പക്ഷേ നിലവിലുള്ള അധികാരികളുടെ ഗുണം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗുണം, അല്പം ഭേദപ്പെട്ട ശമ്പള പരിഷ്കരണം, ഒരു ചെറിയ പ്രമോഷൻ, ഇവയെല്ലാം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകം രാശി, പുണർദം ഒടുവിൽ 15 നാഴിക, പൂയം ആയില്യം. ഉദ്യോഗാർത്ഥികളെ കുറിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാനായിട്ട് അല്പം അമാന്തം വരുമെന്നാണ്. കാരണം എല്ലാം ശരിയായി വന്നാലും ഏതെങ്കിലും പ്രധാന കേന്ദ്രങ്ങളിൽ ഒരു അമാന്തം, ജോലിക്ക് മന്ദഗതി, കിട്ടിയാലും ദൂരെ യാത്രകൾ, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതൃപ്തികരം. ഇപ്പം നിലവിലുള്ള ജോലി ഒക്കെ കൊണ്ട് സംതൃപ്തമാകുകയാണ് നല്ലത്. ആണ്ടവസാനം, അതായത് 2026 നവംബർ ഡിസംബറോ 27 സ്റ്റാർട്ടിങ്ങിലോട് കൂടി ജോലിക്ക് നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. നല്ല മാന്യമായ വരുമാനം, അതുപോലെ മനസ്സിന് ഇണങ്ങിയ ജോലി. ഇതിലേക്കൊക്കെ വേണ്ട പേപ്പർ വർക്കുകളും പ്രതീക്ഷകളും മാനസിക തയ്യാറെടുപ്പുകളും ഒക്കെ ഇപ്പോൾ ചെയ്യാം. ഇപ്പോൾ ഉള്ള ജോലി കളയാതെ നിൽക്കുകയാണ് നല്ലത്. കാത്തിരിപ്പിന് പ്രയോജനം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. മെമ്മറി പവർ വർദ്ധിപ്പിക്കണം, മെഡിറ്റേഷൻ വർദ്ധിപ്പിക്കണം. അവരുടെ കുടുംബകാര്യങ്ങളിലോ മാതാപിതാക്കളുടെ കാര്യങ്ങളിലോ ആരോഗ്യ കാര്യങ്ങളിലോ ഒക്കെ കൊണ്ട് പഠിത്തത്തിന് എന്തെങ്കിലും, ഇപ്പം വിദേശത്തൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ചെറിയ ഈ യുദ്ധങ്ങൾ കാരണമുള്ള തടസ്സങ്ങൾ, പരീക്ഷ മാറ്റിവെക്കുക, ഇങ്ങനെയൊക്കെയുള്ള അല്ലെ സിലബസ് മാറുക, ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുക, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജോലിക്ക് പ്രശ്നം ഉണ്ടാകുക, അവിടെ നിന്ന് നേരെ മാതൃരാജ്യത്തേക്ക് വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അസ്ഥിരത, അസമാധാനം, കോൺസെൻട്രേഷൻ ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ, പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ ഒരു തോന്നൽ, ഇതെല്ലാം വരികയും, എന്നാൽ 2027 ഈ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സ്വാഗതം വന്നുകഴിയുകയും സ്ഥിരത, പഠനോത്സാഹം മുതലായതും ഉണ്ടാവും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണ് പറഞ്ഞത് 2027 കണിശമായിട്ടും ജോലി സാധ്യതയുണ്ട്. അതിനു വേണ്ട പ്രയത്നം, അതിനു വേണ്ട പരിശ്രമങ്ങളിലൊക്കെ ഇപ്പോൾ ഇരിക്കാം. നിരാശപ്പെടാതെ മുന്നോട്ട് ഈ വർഷം തള്ളി നീക്കണം. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും കായിക രംഗത്തും അക്ഷീണം പരിശ്രമിച്ചാലും 2027 പ്രേക്ഷകർ അംഗീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ശോഭിക്കത്തുള്ളൂ.
അതിന് വേണ്ട പണവും കാര്യങ്ങളും പ്രതിഫലങ്ങളുമൊക്കെ യഥേഷ്ടം നിൽക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ രാശിക്കാർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിൽ എത്തി അതിന് അംഗീകാരവും പണവും മനസമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ പുതുവർഷം ജനുവരി മുതലേ കിട്ടത്തുള്ളൂ. പക്ഷേ അത് വളരെ നമുക്ക് സന്തുഷ്ടകരമായിരിക്കും, ആദായകരമായിരിക്കും, ഭാഗ്യകരമായിരിക്കും, പ്രയോജനകരമായിരിക്കും. ഇപ്പോൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും കലാരംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും മറ്റ് സാമൂഹ്യ രംഗങ്ങളിൽ നിൽക്കുന്നവർക്കും അന്നേരമേ അതിൻ്റെ ഫലം ലഭിക്കത്തുള്ളൂ. ഗവൺമെൻറ് ഓഫീസർമാർക്കും സ്ഥാനചലനം ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു വേർപിരിയൽ ചെയ്യുന്ന ഓഫീസിൽ നിന്നും കാറ്റഗറി ചേഞ്ചിങ്, ട്രാൻസ്ഫർ പ്ലസ് ഒരു പ്രൊമോഷൻ, ഇതൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില എങ്ങനെയാണ്? സാമ്പത്തിക നില എത്ര അടക്കി വച്ചാലും കൈ നിൽക്കത്തില്ല. 12 വ്യാഴം നിൽക്കുന്ന കാലഘട്ടം കൂടിയാണ്. എല്ലാം എവിടെ നിന്നെല്ലാമോ കടം കിട്ടാവോ, എവിടെ നിന്നെല്ലാമോ വാങ്ങാവോ അതെല്ലാം വാങ്ങുകയും ഒരു കാര്യവും പൂർത്തീകരിച്ചില്ലല്ലോ എന്നുള്ളൊരു ദുഃഖവും ഉണ്ടാവും. പണം കയ്യിൽ നിന്ന് ചിലവാകുകയും ചെയ്യും. പുതുവർഷം ഈ രാശിക്കാരെ സ്വീകരിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യം വരുന്നുണ്ട്. വിവാഹാലോചനകൾ നടത്തുന്ന വിവാഹ കാര്യങ്ങളും പൊതുവെ നിശ്ചയിച്ചു വെച്ചോ സ്ലിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വേണ്ട മറ്റേതെങ്കിലും തരത്തിൽ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റിവെക്കാനോ ഉള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുഭാഗത്തും അതൃപ്തികരമായ സന്ദേശങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. നടന്നു കഴിഞ്ഞാൽ തന്നെ വിവാഹം എൻജോയ് ചെയ്യാനായിട്ട് പുതുവർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യം 15 നാഴിക. നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങാം. വിദ്യാർത്ഥികൾക്ക് വർഷാദ്യം പലതരത്തിലുള്ള അല്ലെങ്കിൽ ഈ വിഷുവിൻ്റെ ആദ്യ ഭാഗം മലയാള വർഷാദ്യം എന്ന് പറയുകയാണെങ്കിലും മെയ് ജൂൺ വളരെ മോശകരമായിരിക്കും. അതിനുശേഷം പഠിത്തത്തിൽ ഏകാഗ്രത, ധാരണാശക്തി, മേധാശക്തി, പ്രത്യുൽപ്പന്ന മഹത്വം, പഠന പുരോഗതി, ഉയർന്ന മാർക്ക് എന്നിവയെല്ലാം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ആദ്യത്തെ 1-2 മാസം ക്ഷീണമാണ് എന്നുള്ളതേ ഉള്ളൂ. ഒരു കൃത്യത കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. വിദേശത്ത് ജോലി തേടുന്ന വൈദേശികപരമായ ജോലി ശ്രമിക്കുന്നവർക്ക് പലതും കൈവന്ന് വിദേശത്തേക്ക് പോകാൻ എല്ലാം റെഡിയായി വരുമ്പോൾ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങളോ മറ്റെന്തെങ്കിലും വയ്യാവേലികളോ ഒക്കെ വരിക. ജൂൺ ജൂലൈ മാസങ്ങൾ മുതൽ ജോലിക്ക് അവസരങ്ങൾ, കൃത്യമായ ജോലി ശമ്പളം, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ആനുകൂല്യം, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ജോലി, പ്രതീക്ഷിക്കാത്ത കാറ്റഗറി മുതലായതുള്ളൂ നല്ലൊരു പൊസിഷനിലെത്താനുള്ള ഭാഗ്യവുമുണ്ട്. കുടുംബസ്ഥർക്ക് ഈ സന്ദർഭം ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവും. വൈദ്യൻ, ഡോക്ടർ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കേണ്ടതായ കാലഘട്ടങ്ങൾ. മരുന്ന് മാറ്റാതെ ഉപയോഗിക്കേണ്ടി വരും. അവനവനോ മാതാപിതാക്കൾക്കോ മക്കൾക്കോ മരുമക്കൾക്കോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ആയിട്ട് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. എങ്കിലും ഇവയെല്ലാം തരണം ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക ലബ്ധി കുടുംബത്തിൽ വന്നു ചേരും. കുടുംബത്തിലൊരു ഉദ്യോഗം അല്ലെ ഒരു മംഗളകർമ്മം, ഇതൊക്കെ ഈ ചിങ്ങൻ രാശിക്കപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ 15 നാഴികപ്പെട്ടവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും സാമ്പത്തികം, തൊഴിൽ, കുടുംബം, വസ്തുവീട് മുതലായതൊക്കെ ഉണ്ടാവേണ്ട കാലമാണ്. ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് മെയ് ജൂൺ മാസം മുതൽ പുതിയ ബിസിനസ് രംഗം, പുതിയ സാമ്പത്തിക രംഗം ഉള്ള ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ ക്ലയൻറ്റുകളെ വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും ചെലവുകൾ അതിഭയങ്കരമായി കൂടി വരുന്നത് കൊണ്ട് വരവ് ചെലവുകൾ തുലനം ചെയ്യുമ്പോൾ ചെലവ് കൂടിയും വരവ് കുറഞ്ഞും ഇരിക്കും. അത് പൊതുവെ ഈ രാശിക്കാർക്ക് ഈ വർഷം അങ്ങനെയാണ്. ഓരോ അനാമത്ത് ചെലവുകൾ വന്നുകൊണ്ടിരിക്കും. വരവുകളും ജോലിയും ഒക്കെ തൃപ്തികരമാണെങ്കിലും മൊത്തത്തിൽ ചെലവുകളായിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പണം മുടക്കേണ്ടതായ കുടുംബരംഗങ്ങൾ, തൊഴിൽ രംഗങ്ങൾ, ആരോഗ്യരംഗങ്ങൾ, എല്ലാ രംഗങ്ങളും ചെലവ് കൂടിക്കൊണ്ടിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. കോടതി കേസ്, അങ്ങനെ കച്ചേരി കോടതി കേസ് നിൽക്കുന്നവർക്ക് ആനുകൂല്യം, അതായത് കേസ് വിജയം വരും. എങ്കിലും വലിയ ഉദ്ദേശിച്ച വിജയങ്ങളൊന്നും വരികയില്ല. നഷ്ടമില്ല. അല്ലെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ
നേരെ നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ശത്രുക്കൾ അപ്പീൽ പോവുക. അപ്പീൽ പോയിരുന്നാലും ഈ കേസിനൊക്കെ ഒരു വിജയം ഉണ്ടാകും എന്ന് സുരക്ഷിതമായിട്ടും പറയാം. വിജയം ആഹ്ലാദിക്കാനുള്ള യോഗമില്ല. വിജയിച്ചു എന്ന് പറയാം. കഷ്ടിച്ച് ജയിച്ചു എന്നൊക്കെ പറയല്ലേ എന്ന് പറയുന്ന പോലെ ഭൂരിപക്ഷമില്ല. കന്നിരാശി ഉത്രം 45 നാഴിക, അത്തം ചിത്തിര ആദ്യം 30 നാഴിക. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തുടങ്ങാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ തടസ്സവും മടിയും മന്ദതയും എല്ലാം മാറി ഈ പുതുവർഷം പുതിയ ഇതിൽ നല്ല അധ്യയനം A+ ഒക്കെ വാങ്ങാനുള്ള യോഗം. അതിനോടുകൂടി എന്തെങ്കിലും കലാകായിക രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് കലാതിലകമൊക്കെ കിട്ടാനുള്ള ഭാഗ്യം ഈ രാശിപ്പെട്ടവർക്കുണ്ട്. പൊതുവെ ഉന്നത വിദ്യാഭ്യാസം, നല്ല മാർക്ക് A+ ഉറപ്പായിട്ടും കിട്ടും. പഠിക്കുകയും കൂടെ വേണം. ആ പഠിക്കാനുള്ള യോഗവും കൂടെ കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതീക്ഷിച്ച അത്രയൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും പുതിയ ഒരു ജോലിയുടെ അവസരം ഈ വർഷം എല്ലാം കൊണ്ടും ഈ രാശിപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട്. ആ ജോലിയിൽ പിന്നെ ഉയരാൻ സാധിക്കും. ഏറെക്കുറെ നല്ല മനസ്സിന് സംതൃപ്തിയായ ജോലി ലഭിക്കും. കലാപരമായും കല, രാഷ്ട്രീയം, സാമൂഹ്യം, ട്രേഡ് യൂണിയൻ ഉള്ളവർ, അവർ ഒന്നുമല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് MLA, MP, മന്ത്രിയോ ഒക്കെ ആവും. അതുപോലെ മതപരമായിട്ട് നിൽക്കുന്നവർക്ക് സമുദായ ആചാര്യന്മാരാവും. ട്രേഡ് യൂണിയനിൽ നിൽക്കുന്നവർക്ക് 1ാം സ്ഥാനത്തുള്ള യൂണിയൻ സെക്രട്ടറിയോ പ്രസിഡൻ്റോ ഒക്കെ ആവും. സാധാരണക്കാരന് ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ അവൻ്റെ മോഹങ്ങൾ പൂവണിയും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാനുള്ള യോഗം. കച്ചവടമൊക്കെ തുടങ്ങുന്നവർ എന്തെങ്കിലും ഒരു പുതിയ ബ്രാഞ്ച് അതിനോട് കൂടി തുടങ്ങും. കടമൊക്കെ ഉണ്ടാവും. കാരണം കണ്ടകശനിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് കടബാധ്യതകളിലൂടെ, അല്പസ്വല്പം പരിഭവങ്ങളിലൂടെ, അല്പസ്വല്പം പലരുടെയും പിണക്കങ്ങളിലൂടെ, കുറേയധികം ആളുകൾ ശത്രുക്കളിലൂടെ ഒക്കെ ആണെങ്കിലും അവരുടെ ലക്ഷ്യം നിറവേറും. പുതിയ ബിസിനസ് രംഗം, പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയക്കാരും സിനിമാക്കാർക്കും സാമുദായികക്കാർക്കും ട്രേഡ് യൂണിയൻകാർക്കും 1ാം സ്ഥാനങ്ങൾ തന്നെ ചൊല്ലേണ്ടും നടന്മാരും നടികളും രാഷ്ട്രീയക്കാരും തന്നോട് കൂലിക്കാരെ നിയന്ത്രിക്കും നായകർക്കും 11-ൽ വ്യാഴം ഗുണകരമായി എന്ന് ചിന്തിക്കുക. അഭിവൃദ്ധിപ്പെടുന്നൊരു രാശിക്കാരാണ് ഉത്രത്തി മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതിയും. കുഞ്ഞുകുട്ടി പരാധീനം എല്ലാവരും. കുടുംബസ്ഥർക്കാണെങ്കിൽ കുടുംബം മോടി പിടിപ്പിക്കുകയോ വസ്തു വീട് മുതലായത് പരിഷ്കരിക്കുകയോ 2ാം നില പണിയോ ഇല്ലാത്തവർക്ക് ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ ഉള്ളവർക്ക് മക്കൾക്കൊരു വീട് വെക്കാം, അല്ലെ ഫ്ലാറ്റ് വാങ്ങാം എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ ജോലി, ഇതിലേതെങ്കിലുമൊക്കെ കുടുംബത്തിലൊരു പുതു വരുമാന മാർഗം. കിടപ്പാടം മോടി പിടിപ്പിക്കും, പുതിയ കിടപ്പാടം ഉണ്ടാവും. പുതിയ വണ്ടി എടുക്കാനുള്ള യോഗം. കല്യാണം ഒക്കെ ആലോചിച്ച് കമിതാക്കൾ ഇരിക്കുന്നവർക്ക് അവർക്ക് കല്യാണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പിണങ്ങി നിൽക്കുന്നവർ പിണക്കമൊക്കെ മാറ്റും. അതുപോലെ തന്നെ പരിഭവിച്ചും കടബാധ്യതയൊക്കെ നിൽക്കുന്നവർ അവരൊക്കെ ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന ഒരു രംഗമാണ് കാണുന്നത്. രോഗികൾക്ക് വളരെ ആശ്വാസമുണ്ട്. പക്ഷേ പുതിയ രോഗങ്ങൾ കഴുത്തിന്, കാലിന്, നടുവിന് ഉണ്ടാവും. തുലാം രാശി ചിത്തിര ഒടുവിലത്തെ 30 നാഴിക, ചോതി വിശാഖം 1/4 ഭാഗം. നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങാം. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കും പേരും പ്രശംസയും വീണ്ടും ഹയർ സ്റ്റഡീസിനുള്ള ഭാഗ്യങ്ങളും തരും. വിദ്യാഭ്യാസത്തിൽ മികവ് ഉള്ള ഒരു രാശിയാണ്. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതകളും, പക്ഷേ അസ്ഥിരമായിരിക്കും ജോലി കിട്ടുന്നത് എന്നുള്ളതേ ഉള്ളൂ. സർവീസിലിരിക്കുന്നവർക്ക് പരാതിയും പരിഭവവും ഉണ്ടാവുന്നതാണ്. അത് ജോലിയിലിരിക്കുന്നവർക്കും കുടുംബസ്ഥർക്കും പത്തിയടിക്കും, പൊത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പ്രതിയാകുന്നതാണ്. സിവിലോ ക്രിമിനലോ ആയ കേസുകളിൽ പ്രതിയോ മാപ്പുസാക്ഷിയോ. പുത്രൻ്റെ ക്ലേശം, പുത്രിക്ക് ദുഃഖം, ഭാര്യയ്ക്ക് ദുഃഖം, സ്ത്രീകൾക്കാണെങ്കിൽ ഭർത്താവിൻ്റെ ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം. പുത്രൻ പുത്രി ഭർത്താവ്, പുത്രൻ പുത്രി ഭാര്യ, സ്വർണം ധനം, പ്രതാപം ഐശ്വര്യം എന്നിവയെ സംബന്ധിച്ച് പരിഭവം, ശത്രുക്കൾ, പരാതി, കേസ് ഇത്രയും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇടവിട്ട് വിജയാഹ്ലാദങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയവും വെല്ലുവിളികളും നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. സാമ്പത്തികപരമായിട്ട്
വരും. പക്ഷേ പരിഭവങ്ങളും പരാതികളും മിച്ചമായിരിക്കും. എത്ര കൊടുത്താലും തൃപ്തികരമല്ലാത്ത കൊടുക്കൽ വാങ്ങലുകളുണ്ടാവും. വാങ്ങുന്നതിനും തൃപ്തിയില്ല, കൊടുക്കുന്നതിനും തൃപ്തിയില്ല, ആർക്കും തികയുന്നുമില്ല. പരാതിയും പരിഭവങ്ങളും മിച്ചം. പക്ഷേ എപ്പോഴും ഒരു വിജയാഹ്ലാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇടകലർന്ന ഒരു ഇതാണ് ലിബ്ര തുലാൻ രാശിപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ല പഠിത്തം, ജോലിക്കാർക്ക് ജോലി കിട്ടും. പക്ഷേ അസ്ഥിരമാണ്. ഉദ്യോഗസ്ഥരിരിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളും പരാതികളും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ പേരും പ്രശസ്തിയും അല്ലെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ട്. രാഷ്ട്രീയ കലാരംഗങ്ങളിൽ നിൽക്കുന്നവർക്കാണ് കൂടുതലും ജനഹൃദയങ്ങളിൽ രണ്ട് തട്ടായിട്ട് നിൽക്കുമെന്നാണ്. ഒന്ന് പ്രിയവും അപ്രിയവും ശക്തിയേറി നിൽക്കും. കുറച്ച് പേര് അനുകൂലികളെങ്കിൽ അതിശക്തമായ പ്രതികൂലികളും ഉണ്ട്. വാഴ്ത്തപ്പെടുന്നവരെ വീഴ്ത്തപ്പെടാനായിട്ടും റെഡിയായിട്ട് നിൽക്കും എന്നുള്ളതാണ്. പൊതുവേ ഈ രാശിപ്പെട്ടവർക്ക് മൃത്യുഞ്ജയ ഹോമവും സുദർശന ഹോമവും ഒക്കെ ചെയ്യുന്ന നന്നായിരിക്കും. കാരണം എപ്പോഴും ഒരു ഏറ്റുമുട്ടലിൻ്റെ രംഗമാണ്. നന്മകളും ധാരാളമുണ്ട്, തിന്മയുണ്ട്. ഇടകലർന്ന ഒരു രാശിയാണ് ഈ വിഷുഫലത്തിൽ ഈ രാശിക്കാർക്ക് കാണും. വിദേശത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ വിദേശത്ത് പഠിത്തത്തിനും കാര്യങ്ങളൊക്കെ വന്നാൽ പൂർത്തീകരണമില്ലാത്ത, അതായത് ഒന്നുമല്ല തുടക്കം തടസ്സം വരും, അല്ലെങ്കിൽ പഠനം തീരുന്നതിന് മുമ്പ് തടസ്സം വരും. ജോലിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റാർട്ടിങ് ട്രബിൾ, അല്ലെങ്കിൽ അത് തീരുന്നതിന് മുമ്പ് കമ്പനി നിന്ന് പോവുക, അല്ലെങ്കിൽ അവിടെ യുദ്ധം അല്ലെങ്കിൽ ഉണ്ടാകുക, അല്ലെ ആർക്കും ഒരു ഉറപ്പില്ല, അല്ലെ ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊള്ളുക, നാട്ടിലോട്ട് പോരാൻ പ്ലെയിനില്ല, അവിടെ നിൽക്കാനാണെങ്കിൽ ആഹാരമില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷേ അവസരങ്ങൾ വരികയും ചെയ്യും. വർഷ അവസാനം അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുടുംബസ്ഥർക്ക് പുത്രൻ, പുത്രി, ഭാര്യ, സ്വർണം, ധനം. സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവ്, പുത്രി, പുത്രൻ, മരുമക്കൾ, സ്വർണം, ധനം ഇവ സംബന്ധിച്ച് പരിഭവം, പരാതി, പുച്ഛം, കൊടുത്തത് പോരാ, എടുത്തത് പോരാ മാത്രം. എന്നാൽ കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. എന്നാലും സ്വർണം സംബന്ധിച്ച് വിഷമിക്കേണ്ടി വരും, പരാതികൾ കേൾക്കേണ്ടി വരും. കുടുംബസ്ഥർക്ക് എല്ലാം വേദിച്ച് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. പഴിമിച്ചം കൊടുത്താലും പഴിമിച്ചം, കൊടുത്തില്ലേലും പഴിമിച്ചം, അനുകൂലിച്ചാലും പഴിമിച്ചം, പ്രതികൂലിച്ചാലും പഴിമിച്ചം, ഭരിച്ചാലും പഴിമിച്ചം, ഭരിച്ചില്ലെങ്കിലും പഴിമിച്ചം. പഴി കേൾക്കുക, കുറ്റം ആരോപണം ഉണ്ടാകുക, കയ്യിലിരിക്കുന്നതൊക്കെ കൊടുത്തു തീർക്കുക, അത് കൊടുക്കുകയും വേണം. ഇതാണ് വഴി മാറുക, ആട്ടുകൊള്ളുകയും വേണമെന്ന് പറഞ്ഞ മാതിരിയുള്ള അനുഭവം. അതിനുള്ള ഉണ്ടാവും, പക്ഷേ ആർക്കും തൃപ്തിയില്ല. വൃശ്ചികം രാശി, വിശാഖം ഒടുവിലത്തെ 15 നാഴിക, അനിഴം തൃക്കേട്ട. നമുക്ക് വിദ്യാർത്ഥികൾക്ക് കുറച്ച് ക്ലേശ കാലഘട്ടമായിരുന്നു. അവർ പഠിപ്പും കാര്യങ്ങളുമൊക്കെ ഉത്സാഹം ഉണ്ടാവും. നല്ല ട്യൂഷൻ, നല്ല മാർക്ക്, നല്ല വിജയം, ഉപരിപഠന സാധ്യത. പൊതുവെ വിദ്യാർത്ഥികൾക്ക് അടുത്ത കാലഘട്ടങ്ങളൊക്കെ നല്ല ഉണർവും ഉന്മേഷവും A+ ഒക്കെ കിട്ടാനും അധ്യാപകരും പ്രിൻസിപ്പളും കോളേജും സ്കൂളും ഒക്കെ അനുമോദിക്കാനും അതിൽപ്പെട്ട വിദ്യാർത്ഥികൾ കലാതിലയങ്ങൾ, സ്പോർട്സ് അതിലൊക്കെ തെളിയാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. തീർത്തും എത്ര മോശം മൊണ്ണ പിള്ളേരാണെങ്കിലും ശരി നല്ല മാർക്ക് വാങ്ങും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ജോലിക്ക് പല വഴികളിലൂടെ സ്വാധീനം ചെലുത്താനും പല മാർഗങ്ങൾ കിട്ടാനും പല ജോലിക്ക് അവസരങ്ങളും ഈ രാശിപ്പെട്ടവർക്കുണ്ട്. ബിസിനസ്സുകാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ നല്ല ലാഭങ്ങളും പുതിയ ബ്രാഞ്ചുകളും ഉണ്ടാകുവാനും, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പദവി, അംഗീകാരം, ബിസിനസ്സിൽ നേട്ടം, പുതിയ സമ്പാദ്യങ്ങൾ, കൂടുതൽ ക്ലയൻസുകൾ, നല്ല കച്ചവടക്കാരൻ അല്ലെ കച്ചവടക്കാരി അല്ലെ നല്ല കച്ചവട കേന്ദ്രം, ആ കേന്ദ്രങ്ങളൊക്കെ തെളിയാൻ ചുറ്റും ബസ് സ്റ്റോപ്പുകളോ അല്ലെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ റോഡൊക്കെ വീതി കൂട്ടുകയോ ഒക്കെ ചെയ്ത് പുതിയ നല്ല ക്ലയൻസിനെയൊക്കെ കിട്ടാനുമൊക്കെ ഉള്ള ഭാഗ്യങ്ങളുണ്ട്. പൊതുവെ ബിസിനസ്സുകാർക്ക് നല്ലതാണ്. കായിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ വിളങ്ങുകയും ചെയ്യുന്ന കാലമാണ്. വലിയ പേരും പ്രസിദ്ധിയും ഒക്കെ ഉണ്ടാവും. പുതിയ അവസരങ്ങളുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവരുടെ കലാരംഗത്ത് നിൽക്കുന്നവർ പ്രേക്ഷകർ കൂടുതൽ വരും. തുടർന്ന് നല്ല അവസരങ്ങൾ വരും. അവർ ജനഹൃദയങ്ങളിൽ അവർ വേരൂന്നും. അതുപോലെ അവരുടെ
മുഖത്തിനൊക്കെ നല്ല സൗന്ദര്യങ്ങളൊക്കെ വർദ്ധിക്കും. കനകവേഷഭൂഷണാദികളൊക്കെ വാങ്ങും. പേരും പ്രശസ്തി ഉണ്ടാവും. ചെറുകിട ഗായകരൊക്കെ വലിയ സൂപ്പർ സ്റ്റാറാവും. ചെറുകിട അഭിനേതാക്കളൊക്കെ സൂപ്പർ സ്റ്റാറായിട്ട് മാറും. അതുപോലെ തന്നെ വലിയ വലിയ അവസരങ്ങൾ അവരെ മാടി വിളിക്കും. നല്ല ഭാഗ്യമുള്ള കാലഘട്ടങ്ങളാണ്. കമിതാക്കൾ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ കമിതാക്കൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയും, കല്യാണത്തിലേക്ക് എത്തും. അവർ മധുവിധുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. തേക്കടി, മൂന്നാർ മുതലായ സ്ഥലങ്ങളിലൊക്കെ ആഘോഷമായിട്ട് പോകും. അവരെ കൂട്ടർ മാതാപിതാക്കൾ അംഗീകരിക്കും. വിവാഹത്തോടു കൂടി അവർക്ക് വരുമാനവും വീടും വസ്തുവും ജംഗമങ്ങളും സുഖഭോഗ വസ്തുക്കളും ഒക്കെ വാങ്ങാനും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവാനും അത് നല്ല നേരത്ത് പിള്ളേർ പറക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഓമനപുത്രന്മാരുണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. പൊതുവേ നല്ല കാലമാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ 15 നാഴിക. നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തുടങ്ങാം. വിദ്യാർത്ഥികളുടെ അവർക്ക് പരീക്ഷാ പഠന വേളകളിൽ രോഗമോ മറ്റേതെങ്കിലും നിയമപ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ സാമൂഹ്യ പ്രശ്നങ്ങളോ കലാലയ പ്രശ്നങ്ങളോ വന്ന് അവരുടെ കഴിവും പ്രയത്നത്തിനും തക്ക മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കൂടുതൽ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. മുൻകരുതലുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിൽ അപേക്ഷ കൊടുക്കുന്നതിനനുസരിച്ചുള്ള യോഗ്യത ഇല്ലെന്നോ, അല്ലെങ്കിൽ അവസരങ്ങൾ ഇല്ലെന്നോ, വേക്കൻ്റ് ഇല്ലെന്നോ, അല്ലെങ്കിൽ പ്രതീക്ഷ അനുസരിച്ചുള്ളത് കിട്ടാതെ വരികയോ, ഡേറ്റുകൾ മാറ്റി വരികയോ, കൃത്യസമയത്ത് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു നിർഭാഗ്യകരമായ ഒരു കാലഘട്ടമാണ്. പൊതുവെ കുടുംബസ്ഥർക്കാണെങ്കിലും വസ്തു, വീട് സംബന്ധിച്ച് ക്രയവിക്രയമോ കടമോ അല്ലെ അയലോക്ക പ്രശ്നങ്ങളോ ഒക്കെ വരേണ്ട കാലഘട്ടങ്ങളാണ്. കമിതാക്കൾ തങ്ങൾ ആണെങ്കിൽ തെറ്റിപ്പിരിയാനും കല്യാണമൊക്കെ ഉറപ്പിച്ച അവിവാഹിതർക്ക് കല്യാണത്തിന് സ്ലിപ്പ് ചെയ്തു പോകാനുള്ള സാധ്യതകളും തെറ്റിദ്ധാരണകളും വരാനുള്ള സാധ്യതകളും, വിദേശത്തേക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് മുടക്കിയ പണങ്ങളൊക്കെ നഷ്ടപ്പെടാനും ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വരാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. കലാകായിക രംഗങ്ങളിൽ ഒരു അവസരം കിട്ടിയാൽ അത് പൂർത്തീകരിക്കാൻ വയ്യാ വരും. അത് പ്രകാശനം ഉണ്ടാവണ്ടേ, വെട്ടം കാണണ്ടേ, പെട്ടിക്കകത്തായി പോവും. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച തുക കിട്ടാതെ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും പേരുദോഷം വരിക, പേരുദോഷം വന്ന് നാറ്റക്കേസൊക്കെ വന്ന് അതിനകത്ത് ശോഭിക്കാതെ വരിക, രാഷ്ട്രീയക്കാർക്ക് ഉദ്ദേശിച്ച പിൻബലമില്ലാതെ അവരെ കാലുവാരുക, അവർക്ക് വെളിയിലിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥ വരിക, നടികളെ നടന്മാരെയും നാറ്റിക്കുക, അതുപോലെ തന്നെ കച്ചവടം ഒക്കെ ചെയ്യുന്നവർക്ക് വൻ പാളിച്ചകൾ വരിക. അഷ്ടമ വ്യാഴവും കൂടിയാണ്. അതായത് വ്യാഴഗ്രഹം 8ാം രാശിയിൽ നിൽക്കുന്ന കാലമാണ്. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനം പോലും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും ശപിച്ചിടും, വലയും ക്രിമിനൽ കുറ്റം, തടവോ പിഴശിക്ഷയോ. ക്രിമിനൽ കുറ്റങ്ങളോ തടവോ പിഴയോ നഷ്ടകഷ്ടങ്ങളോ ശാപമോ വീഴ്ചയോ പതനങ്ങളോ അല്ലെങ്കിൽ അബദ്ധമോ അമളിയോ. ഗവൺമെൻറ് ജോലിയിലും പ്രൈവറ്റ് ജോലിയിലും വിദേശത്തൊക്കെ ജോലിയിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ചെറിയ, അതായത് മോങ്ങാനിരുന്ന നായരുടെ തല തേങ്ങാ വീണെന്ന് പറഞ്ഞ മാതിരി ഉള്ള ഏതെങ്കിലും തരത്തിൽ ചെറിയ കുറ്റങ്ങൾ വന്നോടനെ അവൻ്റെ തലയിലേക്ക് എല്ലാം കൂടെ വരിക, അവസാനം വെളിയിലിറങ്ങി നടക്കാൻ വരാതെ വരിക. അത് കരയാനായിട്ടിരിക്കുക ആ പട്ടി, അതിൻ്റെ മുകളിലോട്ടാണ് ഇതൊന്ന് വീഴുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ രാശിപ്പെട്ടവർ വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും കുടുംബസ്ഥരാണെങ്കിലും അവരുടെ തലയിലേക്ക് എല്ലാ ദോഷങ്ങളും കെട്ടിവെക്കുകയും നികുതി ഭാരങ്ങൾ വരികയും അവരെ അപ്രസക്തമാകുകയും ശാപങ്ങൾ, കൊള്ളുകയില്ലാത്തവർ, നിറയിട്ടവർ എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റങ്ങളിൽ പെടുക, ചെറിയ വാഹന അപകടങ്ങൾ വന്നു ചാടുക, ഇതൊക്കെ ചെയ്യുന്ന ഇവരാണ്. പുതുവർഷം ഈ വക ദോഷങ്ങളിൽ നിന്ന് മുക്തി വരിക. അതായത് അടുത്ത വിഷു ഒക്കെ ആകുമ്പോഴത്തേനും ഇവർ കേമന്മാരും കേമികളും ഒക്കെ ആവും. അവർക്ക് ഈശ്വരാനുഗ്രഹങ്ങളൊക്കെ വരും. ചെയ്തു പോയ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒന്നും സാരമല്ല എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് വരും. പണവും പ്രശംസയൊക്കെ വരും. അംഗീകാരവും പദവിയൊക്കെ വരും. പിന്തള്ളപ്പെട്ടവരും ദേഷ്യപ്പെട്ടവരും പുച്ഛിച്ചവരും വാഴ്ത്താൻ ഇടയാവും. അത് വരുന്ന
ഒരു വിഷുക്കാലം കൂടെ വരട്ടെ, ബാക്കി ഗ്രഹനിലയും കൂടെ നോക്കിയിട്ട് പറയാം. ഏതായാലും ഇപ്പോഴത്തെ വിഷമം വരുന്ന വർഷം ഇതേ സമയം ആഹ്ലാദിക്കാൻ ഇടവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മകരം രാശി, ഉത്രാടം ഒടുവിലത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം ആദ്യ 30 നാഴിക. നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തുടങ്ങാം. വിദ്യാർത്ഥികൾക്ക് ഈ പുതുവർഷം നല്ല പഠന ഉത്സാഹം, നല്ല അധ്യയന രീതി, നല്ല അധ്യാപകർ, പരീക്ഷാ വിജയം, നല്ല മാർക്ക്, ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സംശയം തടസ്സമില്ലാതെ കിട്ടാനുള്ള യോഗം, പഠന മികവ്, ഏതെങ്കിലും കലാകായിക രംഗങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് തിലകപ്പട്ടമൊക്കെ കിട്ടാനുള്ള, കേസരിപ്പട്ടമൊക്കെ കിട്ടാനുള്ള യോഗങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് വിദേശത്തേക്ക് പോകാനുള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു കാലമാണ്. അവർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ നേരിട്ട് നിയമനങ്ങൾ നടത്തുകയും ചെന്ന ഉടനെ ജോലിയിൽ പ്രവേശിക്കാനും തൃപ്തികരമായ സേവന, വേതന, താമസ സൗകര്യ, ഭക്ഷണ സൗകര്യത്തോടു കൂടിയ രംഗങ്ങളും, കല്യാണം ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടക്കാനും പെട്ടെന്ന് തന്നെ സന്താന ജന്മം കുടുംബത്തിലുണ്ടാവാനും, വസ്തു, വീട്, വാഹനം മുതലായത് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള വസ്തുവോ വീടോ വണ്ടിയോ ഗൃഹോപകരണങ്ങളോ ജംഗമങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഒക്കെ വാങ്ങാനും കരസ്ഥമാകാനും ലഭിക്കാനും ഉള്ള ഭാഗ്യം ഉണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ, ഗ്രേഡ് വർധനവ്, ശമ്പള വർധനവ്, അംഗീകാരം, പദവി, മേലധികാരികളുടെ ആശംസകൾ, സഹപ്രവർത്തകരുടെ സന്തോഷം, ആഹ്ലാദ പ്രകടനം മുതലായതെല്ലാം, വിനോദയാത്രകൾ ഒക്കെ ഉണ്ടാവാനും മോണിറ്ററാവാനുള്ള ഭാഗ്യവും ഉണ്ട്. കലാകായിക രംഗങ്ങളിൽ ഏറ്റവും ശോഭിക്കുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരാണ്. അവർക്ക് പത്മശ്രീ പോലെയുള്ളത് കിട്ടാനോ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആകാനോ, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ ഒന്നാം സ്ഥാനങ്ങൾ ലഭിക്കുവാനും, കലാരംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഏറ്റവും സെഡ് എല്ലാ കലയിലും അനവധി പ്രോഗ്രാംസ് കിട്ടാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങളുണ്ട്. ജനങ്ങൾ വാഴ്ത്തും, അംഗീകരിക്കും, തുടർന്ന് അവരെ അനുകരിക്കാൻ പോലും ആളുകൾ ഉണ്ടാവും. കുംഭം രാശി, അവിട്ടം ഒടുവിലത്തെ 30 നാഴിക, ചതയം പൂരുട്ടാതി ആദ്യത്തെ 45 നാഴിക. നമുക്ക് വിദ്യാർത്ഥികളുടെ ഫലങ്ങളിൽ തുടങ്ങാം. വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ച വിഷയങ്ങൾക്കനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാതെ വരികയോ, പഠിച്ചു പോകുന്ന വിഷയങ്ങളിൽ തക്ക സമയത്ത് എഴുതാൻ ഉള്ള മറവിയോ മന്ദതയോ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളോ, കുടുംബജനങ്ങൾക്ക്, പേരൻസിന് ബുദ്ധിമുട്ടോ, ഏതെങ്കിലും അർത്ഥത്തിൽ സാമൂഹ്യപരമായോ വിദ്യാഭ്യാസപരമായോ കുടുംബപരമായോ ഭരണപരമായോ ആരോഗ്യപരമായോ ക്ഷീണം സംഭവിക്കുന്നതുകൊണ്ട് മാർക്കുകൾ 40% കുറയാനുള്ള സാധ്യതകൾ ഉണ്ട്. രോഗം, തടസ്സം മുതലായത് പഠന പരീക്ഷാ വേളകളിലുണ്ടാവും. അത് കരുതിയിരിക്കുക. വിദേശത്തേക്ക് ജോലിയുള്ളവർക്ക് പ്രയത്നം മാത്രം മിച്ചം. അവിടെ ചെല്ലുമ്പം പകരം ജോലിക്കൊക്കെ ആളെ എടുത്തു കഴിഞ്ഞു, അവിടെ തിരിച്ചു പോരാനും മേല, ഒറ്റാലി കിടന്ന പോലെ, ഒഴുക്കത്ത് വന്ന മത്സ്യവും ഇല്ല, ഒറ്റാലി കിടന്ന മത്സ്യവും ഇല്ല എന്ന് പറഞ്ഞ മാതിരി ഉള്ള അവസ്ഥകൾ വരും. വഞ്ചനയ്ക്ക് ഇടപെടാൻ സാധ്യതയുണ്ട്. അല്ല ചതി, കെണി, അല്ല നിർഭാഗ്യം. അതുകൊണ്ട് അധികം പണമൊന്നും മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിസിനസ്സുകാരാണെങ്കിലും അധികം പണം മുടക്കരുത്. കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ശത്രുക്കൾ തലപൊക്കും, അസൂയാലുക്കൾ പുറയുന്നു കുത്തും. കുടുംബപരമായിട്ടും ക്ലേശാനുഭവങ്ങൾ, ആരോഗ്യപരമായിട്ട് വളരെ മോശം. കല്യാണം ആലോചിക്കുന്നവർക്ക് കല്യാണം നീണ്ടു പോകാനുള്ള സാധ്യതകളും, വർഷ അന്ത്യമോ അല്ലെങ്കിൽ പുതുവർഷ ആരംഭത്തിലോ അവയ്ക്കൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. കല്യാണമൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടെന്നോ ജോലി ഇല്ലെന്നോ കേസിൽ കുടുംബമൊക്കെ ചെയ്ത് കഴിയുമ്പം കല്യാണം മാറിപ്പോകാമല്ലോ. അങ്ങനെയൊക്കെയുള്ള അബദ്ധം, അമളി, കെണി, നിർഭാഗ്യത മുതലായതും ശത്രുക്കൾ വർദ്ധിക്കുകയും കല, കായിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നാം പ്രതീക്ഷിച്ച മേഖലകൾ നമുക്ക് കൈവിട്ടു പോവുകയും ചെയ്യും. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർത്തീകരിക്കത്തില്ല. രോഗം, ശത്രു, തടസ്സം, വിഘ്നം, അസൂയ, സ്പർദ്ധ ഇപ്രകാരവും കലഹം ഇപ്രകാരവുമുള്ള ഒരു രാശിയാണ് ഈ
വിഷു മുതൽ അടുത്ത വിഷു വരെ ഈ രാശിക്കാർക്കുള്ളത്. കോടതി കേസൊക്കെ ആയിട്ടുള്ള കോടതി കച്ചേരി കേസുള്ളവർ പിൻവലിയുകയാണ് നല്ലത്. കേസിൽ എന്തെങ്കിലും നഷ്ടകഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുക, മുന്നോട്ട് പോകാതിരിക്കുക, അതായിരിക്കും നല്ലത്. കാരണം ഏഴര ശനിയുടെ അന്ത്യകാലഘട്ടമാണ്. ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങൾ വരും. അതുപോലെ വൈദ്യനെയും ഡോക്ടറെയും മാറി കാണേണ്ടി വരും. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇവയിൽ ഏതെങ്കിലും വന്നു മാറും. അതുപോലെ തന്നെ വക്കീൽ, പോലീസ് ബന്ധപ്പെടേണ്ട കാക്കിക്കോട്ട്, കറുത്ത കോട്ട് ബന്ധപ്പെടേണ്ടതായ നിയമപ്രശ്നങ്ങൾ, മാന്ത്രികന്മാർ, ജ്യോതിഷികൾ, മനഃശാസ്ത്രജ്ഞന്മാർ, സന്യാസിമാർ, മന്ത്രി, തന്ത്രി മുതലായവരെയൊക്കെ കാണേണ്ട കാലഘട്ടം. അതുപോലെ ശത്രുക്കൾ തലപൊക്കി ആടുന്ന കാലഘട്ടം, പുറയുന്ന ഉള്ള ചതികൾ, കെണി വരുന്ന കാലഘട്ടം, ബിസിനസ്സുകാർക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ, ഇതൊക്കെ വരുന്ന കാലഘട്ടങ്ങളാണ്. ഈ വരുന്ന ജൂൺ മാസം മുതൽ പ്രത്യേകിച്ചും ദോഷശക്തി കൂടും. സാമ്പത്തികം ചെലവ് കൂടുതൽ, വരവില്ല. വസ്തുവും വീടും ഒക്കെ വാങ്ങാനിരിക്കുന്നവർ നല്ലോണം ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കിക്കോണം. അല്ലെന്നുണ്ടെങ്കിൽ ചതിവ് പറ്റും. ഫ്ലാറ്റ് പണിയാനാണ് 25-50 ലക്ഷമൊക്കെ മേടിക്കും. അവസാനം ഫ്ലാറ്റും ഇല്ല, പണവും ഇല്ല. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് വേറെ ഒരാളുടെ ഫ്ലാറ്റാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നില്ല, അത് കാരണം നിങ്ങളുടെ ഇല്ല. പിന്നെ അതിനു വേണ്ടി കോടതി ഗ്രൂപ്പായിട്ട് കേസ് കൊടുക്കുക. കേസ് വാദിക്കേണ്ട വക്കീൽ അമേരിക്കയ്ക്ക് പോവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടം വരിക. അവസാനം ഇത് ഉത്തരവാദിത്തപ്പെട്ടവരുമില്ല, ഗുമസ്തനുമില്ല, ഒന്നുമില്ല. പിന്നെ അവസാനം നിങ്ങൾ ഈ മുടക്കിയ പണം എവിടെ നിന്നാണ് ഉണ്ടായേ എന്നുള്ള ചോദ്യവും കൂടെ. അത് കാരണം ആളുകൾക്ക് മിണ്ടാനും നിവർത്തിയില്ല. ഇങ്ങനെയുള്ള കെണി വരിക. ഉറവിടം, പണത്തിൻ്റെ ഉറവിടം എവിടെ എന്നൊരു ചോദ്യം വരിക. ഇപ്പോൾ ഈ പറയാൻ നിവർത്തിയില്ല. ബ്ലാക്ക് മണിയാണെന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ കുറ്റം വേറെ. അപ്പോൾ അബദ്ധം, അമളി, കെണി, രോഗം, വിഘ്നം, ദുരിതം, ശത്രു, ഈ രാശിയാണ് ഈ വിഷു ഫലം. വരുന്ന വിഷു വരെ ശക്തി കുറഞ്ഞു വരുമെങ്കിലും ഇതെല്ലാം അനുഭവിച്ച് തീരും. സൂക്ഷിച്ചിരിക്കുക, പതിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. എടുത്ത് ചാടണ്ടാവും. മീനം രാശി, പൂരിട്ടാതി ഒടുവിലത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങാം. വിദ്യാർത്ഥികൾ അതികഠിനമായി പരിശ്രമിക്കും. എനിക്ക് റാങ്ക് വേണം, അല്ലെങ്കിൽ A+ വേണം എന്നൊക്കെ ഉള്ള നിലയിൽ അമിതമായ കഠിനാധ്വാനത്തിലൂടെ എല്ലുമുറിയെ പണിയെടുത്ത് പല്ലുമുറിയെ തിന്നാം എന്ന് പറഞ്ഞ പോലെ നല്ല മാർക്ക് വാങ്ങും. അതായത് നല്ല കഷ്ടപ്പാടിലൂടെ അവർ അതിസാഹസികപരമായി ഉയർന്ന മാർക്കിലേക്ക് എത്തുന്നു. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വലിയ പദവിയും കാര്യങ്ങളുമൊക്കെ വാഗ്ദാനം ചെയ്ത് ഏതാണ്ട് ഒരു പകുതി ഭാഗം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. പക്ഷേ 10 ലക്ഷം ശമ്പളം പറഞ്ഞെടുത്ത് 3 ലക്ഷം രൂപ കിട്ടും. താമസ സൗകര്യം ഒരു ബംഗ്ലാവ് പറഞ്ഞെടുത്ത് ഒരു 2 മുറിയും അടുക്കളയായിട്ട് കിട്ടും. വാഹന സൗകര്യം പറഞ്ഞെടുത്ത്, ബെൻസ് പറഞ്ഞെടുത്ത് ഒരു ഓട്ടോറിക്ഷ കിട്ടും. പക്ഷേ കിട്ടും. എല്ലാം വലിപ്പം കുറഞ്ഞ് മൈസൂർ ആന പോലെ. ഗുരുവായൂർ കേശവനെ മോഹം വെച്ചാൽ മൈസൂർ ആനയായിരിക്കും കിട്ടുന്നത്. എല്ലാം 4 കാലും 4 തുമ്പിക്കൈയും ഒക്കെ ഉണ്ട്. പക്ഷേ വലിപ്പമില്ല. മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള ജീവിതം, ചെറിയൊരു വസ്തു, ചെറിയൊരു വീട്, ചെറിയൊരു വാഹനം, ചെറിയൊരു ജോലി, കമിതാക്കൾക്കാണെങ്കിൽ കല്യാണം, പറഞ്ഞു ബോധിച്ച കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നഷ്ടമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകും. സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകാനുള്ള ഭാഗ്യം, ഉള്ള സന്താനങ്ങൾക്ക് പഠിത്തം, ജോലി, വിദേശം, അല്ലെ അവർക്ക് കല്യാണമുള്ള യോഗം, മക്കളെ കൊണ്ട് സന്തോഷിക്കാനും മക്കൾക്ക് വരുമാനം ഉണ്ടാകാനും അത് കണ്ട് എൻജോയ് ചെയ്യാനും പരിഭവങ്ങളൊക്കെ തീർക്കാനും എന്തെങ്കിലും വസ്തുക്കൾ വീതം വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള അവരെ ഓരോരുത്തർക്ക് ഓരോ കിടപ്പാടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും നന്മകൾ, സന്താനങ്ങൾക്ക് നന്മകൾ വരത്തക്ക രീതിയിലും മനസ്സിൻ്റെ ആഗ്രഹം അനുസരിച്ചുള്ള തൊഴിൽ മേഖലകൾ, കച്ചവടം ഒക്കെ ചെയ്യുന്നവർക്ക് അതിനുള്ള ഭാഗ്യങ്ങൾ, കലാരാഷ്ട്രീയ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള ഭാഗ്യങ്ങളും ഉന്നത അധികാരങ്ങളും ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം. എന്നാൽ ഒരു ഭാഗത്ത് ഇവയെല്ലാം നോക്കിക്കണ്ട് അമർഷത്തോടെ ഇരിക്കുന്ന ശത്രുക്കൾ, കുശുമ്പ്, അതുപോലെ തന്നെ അടുത്ത് തന്നെ പാരകൾ, തൊട്ട് പിന്നിൽ തന്നെ ചുറ്റോടി ചുറ്റും ആശ്രിതരും ഉപജാപ സംഘങ്ങളും കാലുവാരാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഈ രാശിക്കാർക്ക് ഈ വിഷുഫലം ഉള്ളത്. നല്ല പദവിയിലേക്ക് കൊണ്ടിരുത്തും. എപ്പോഴും കാറ്റോട്ടിലെ മണ്ണ് മാന്താനായിട്ട് അസൂയക്കാരും ശത്രുക്കളും
സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും സാഹോദര്യവും മൈത്രിയും എല്ലാം നിൽക്കുന്നു. അതുകൊണ്ട് ഉള്ള അവസരങ്ങൾ കരുതിക്കൂട്ടി നല്ല നിലയിൽ കാത്തു സൂക്ഷിച്ച് നിൽക്കാമെങ്കിൽ ഈ അവസരങ്ങൾ വിനിയോഗിച്ചു പോകാം എന്നാണ് കാണുന്നത്. പുതിയ വീട് വാഹനമൊക്കെ പുതിയ വീടുണ്ടാവും, വാഹനം ഉണ്ടാവും, വസ്തു ഉണ്ടാവും, പുതിയ ലോൺ ഉണ്ടാവും. മോഹിക്കുന്ന പോലെ കിട്ടുന്നില്ലെങ്കിൽ ഒരു 3/4 ഭാഗം എല്ലാം കിട്ടും. എണ്ണമുണ്ട്, വണ്ണയില്ല. ഓക്കെ. ശർമ്മജി, 2026 ഈ വിഷു ഫലത്തെ പറ്റിയിട്ട് മൊത്തത്തിൽ ആഗോളതലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പലതരത്തിൽ നന്മകളും തിന്മകളും ഇടകലർന്നാണല്ലോ ജീവിതം. അതിൽ എത്ര കണ്ട് നന്മകൾ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവയൊന്നും ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സുഖമോ സൗഖ്യമോ സന്തുഷ്ടതയോ ഈ വിഷുഫലം അനുസരിച്ച് കാണുന്നില്ല. ദോഷഫലങ്ങൾക്ക് ശക്തി കൂടുതലായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്ക് മുൻതൂക്കവും കുട്ടികൾക്ക് മുൻതൂക്കവും രോഗികൾക്ക് മുൻതൂക്കവും നിയമത്തിന് മുൻതൂക്കവും വരുന്ന കാലഘട്ടമാണ്. മനുഷ്യ മനസ്സുകളിൽ ശത്രുതയും വൈരാഗ്യങ്ങളും അനുദിനം എത്ര ശാന്തിയും സമാധാനത്തിനും വേണ്ടി വന്നാലും വർദ്ധിച്ചു വരിക. പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ അവസരങ്ങളും വരിക. പക്ഷേ ഇവയ്ക്കൊക്കെ മേൽ മനുഷ്യൻ്റെ ബുദ്ധിയും യുക്തിയും സഹനശക്തിയും കൊണ്ട് പുതിയ പുതിയ നിയമങ്ങളും വന്ന് ഇവയെ പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൂര്യൻ്റെ പവറും കൊണ്ട് ഈ വർഷം തരണം ചെയ്യും. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും മൊത്തത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥനകൾ ചെയ്യുക. അതെ, പ്രത്യേകിച്ച് മേടൻ രാശിപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാരാണെങ്കിൽ ഓരോ സമുദായത്തിനും ഓരോ മതത്തിനും ഓരോ പ്രതിവിധികളുണ്ട് എങ്കിലും ശനിപ്രീതി ശക്തമായിട്ട് ചെയ്യണം. കാരണം ഏഴര ശനി തുടങ്ങിയിരിക്കുക, 7.5 കൊല്ലമാണ്. അതിൻ്റെ കൂടെ 1-2 വർഷം വ്യാജഗ്രഹത്തിൻ്റെ ബലഹീനതയും കൂടെ ഉള്ളതുകൊണ്ട് ഈ രാശിക്കാർക്ക് അസുഖങ്ങളും അപകടങ്ങളും ധനനഷ്ടങ്ങളും മാനഹാനിയും മരണഭയങ്ങളും ഒക്കെ വരുന്ന കാലഘട്ടം. ഇടവരാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും വെല്ലുവിളികളും ഉണ്ടാവുമെങ്കിലും പിടിച്ചു നിൽക്കും. മിഥുനരാശിയെ സംബന്ധിച്ചിടത്തോളം വേനൽ മഴ പോലെ അല്പ ആശ്വാസങ്ങളൊക്കെ, അത് വിദ്യാർത്ഥികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ളവർക്കാണ് പറഞ്ഞത്. വേനൽ മഴ പോലെയുള്ള ഭാഗ്യങ്ങൾ കിട്ടുമെങ്കിലും ഒരു രൂപ പോലും സമ്പാദിക്കാനും പറ്റാത്ത രീതിയിൽ പണം വന്നു മാറും, അല്ലെ സൗകര്യങ്ങളും ഭാഗ്യങ്ങളും വന്നു മാറും. ഒന്നും കൈപ്പിടിയിൽ ഒതുങ്ങുകയില്ല, സ്ലിപ്പ് ചെയ്ത് പോകും. അവസാനം പിന്നെ വിഷമിക്കേണ്ടി വരും. ഈ അണ്ണാനൊക്കെ മഴക്കാലത്തേക്ക് വേണ്ടി മാങ്ങാണ്ടി സംഭരിച്ച് വെച്ച് കാക്ക കട്ടുകൊണ്ട് പോകുന്നു, അവസാനം ഒന്നുമില്ല എന്ന് പറയുന്ന രീതിയിൽ അവർ സൂക്ഷിച്ച് വെക്കുകയാണ് മഴക്കാലത്തേക്ക്. അപ്പോഴേ ഭക്ഷിച്ചാൽ കുഴപ്പമില്ല, അത് സംഭവിക്കത്തില്ല. നമ്മളാണെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭരിക്കാൻ നോക്കുകയില്ല, കൈ നിൽക്കത്തില്ല എന്നുള്ളതാണ് ഇതിനകത്തെ. തീർത്തും ബാധ്യതകളൊന്നും തീരുന്നില്ല. കർക്കിടക രാശികളെ സംബന്ധിച്ചിടത്തോളം പുണർതം പൂയമായില്യം അവർക്ക് വേഹപിരിയലിൻ്റെ തുടക്കങ്ങൾ, അതായത് കുടുംബ ജനങ്ങളിൽ ഉറ്റവരോ ഉടയവരോ രക്തബന്ധത്തിൽപ്പെട്ടവരോ വേർപിരിയുക, വേർപാട്, വിരഹം, കൈപ്പേറിയ അനുഭവങ്ങൾ, സ്നേഹിച്ചു നിന്നോ അകലുക, ദമ്പതികൾ തങ്ങളിൽ ഇടയുക, കച്ചേരി കോടതി, ഡൈവോഴ്സ് ഇത്യാദി കാര്യങ്ങളും, അതുപോലെ തന്നെ സന്താനം സംബന്ധിച്ചൊക്കെ നമ്മൾ നിയമത്തെ തേടേണ്ടി വരിക, കൂടുതൽ തരത്തിൽ ദുഃഖിക്കേണ്ടി വരിക. ചിങ്ങൻ രാശി മകംപൂര ഉത്ര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സംഭരിച്ച് വെക്കേണ്ട ഒരു കാലഘട്ടമാണ്. എങ്കിലും അതിനകത്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ സന്തോഷിക്കാൻ അവസരമില്ല. സന്താപത്തിന് അഗതിയുണ്ട്, സമാധാനമുണ്ട്. നേടിയതൊന്നും നഷ്ടപ്പെടുത്തില്ല, പുതിയത് നേടാൻ അവസരമില്ല. കന്യരാശിപ്പെട്ടവർക്ക് പുതിയത് നേടാൻ അവസരം ഉണ്ടെങ്കിലും പഴയ ബാധ്യത തീരാനായിട്ട് ഇതൊന്നും പോരാ എന്നൊരു തോന്നൽ. ഉദാഹരണത്തിന് ഒരു ഭാഗ്യക്കുറി അടിച്ചാലും അത്രയും തന്നെ കടമുണ്ട്. അതങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗ്യക്കുറി കിട്ടിയെന്നുള്ളൊരു പേരുദോഷം മാത്രം മിച്ചം. എപ്പോഴും ആ ജന്മം തീർന്നിടം വരെ ഭാഗ്യവാൻ എന്നുള്ള പേരുണ്ട്, പക്ഷേ നമ്മുടെ ലയബിലിറ്റീസ് തീർന്നു എന്നുള്ളതേ ഉള്ളൂ. തടസ്സങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ശത്രുക്കളിലൂടെ, രോഗങ്ങളിലൂടെ ഭാഗ്യം, ഉന്മേഷം, ഉണർവ്, ഇതാണ് ആ രാശിക്കാർക്കുള്ളത്. തുലാൻ രാശിക്കാർ തുലാസാണ് ചിഹ്നം. സുഖദുഃഖ സമ്മിശ്രത്തിൽ സുഖവും കൂടും ദുഃഖവും കൂടും. അതുകൊണ്ട് ഒന്നും നിലനിൽക്കുന്നതല്ല. മൊത്തം 2026 പറഞ്ഞ പോലെ തന്നെയാണ്
സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, രോഗികൾക്ക്, നിയമജ്ഞർക്ക്, അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്നവർക്ക് ഒക്കെ ഗുണകരമായ നിയമങ്ങൾ പുതുതായിട്ടുണ്ടാവും. പുതിയ പുതിയ രോഗങ്ങൾ വരികയും അവ തരണം ചെയ്യാൻ വരും. പ്രകൃതിക്ഷോഭങ്ങൾ രൂക്ഷമാവും. ഇതൊക്കെ ജനറലായിട്ടുള്ളതാണ്. കൂട്ടപ്രാർത്ഥനകൾ ചെയ്യുക. ഇടവരാശിപ്പെട്ടവർക്ക് വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്യുക. അതായത് കാർത്തിക രോഹിണി മകയിലും തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർക്ക് ശനിപ്രീതി ചെയ്യുക. കർക്കിടക രാശിക്കാർക്ക് വ്യാഴപ്രീതി ചെയ്യുക. ചിങ്ങരാശിക്കാർക്ക് ശനിപ്രീതിയും സർപ്പപ്രീതിയും ചെയ്യുക. കന്യരാശിക്കാർക്ക് സർപ്പപ്രീതിയും ശനിപ്രീതിയും ചെയ്തു കൊണ്ടേയിരിക്കുക. കാരണം അവർക്ക് അടുത്ത വരുന്ന 1-2 വർഷത്തേക്ക് തീർത്തും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവുന്ന കാലഘട്ടങ്ങളാണ്. തുലാം രാശിക്കാർക്ക് അവർക്ക് ജനഹൃദയങ്ങളിൽ എപ്പോഴും ജനങ്ങളെ സഹായിച്ച് മുന്നോട്ട് പോകേണ്ട കാലം. ജനപ്രീതി, മാനവ ജന്മം കൃതാർത്ഥമാക്കേണ്ടതായ മനുഷ്യന് ദാരിദ്ര്യത്തിന്, രോഗത്തിന്, വസ്ത്രത്തിന്, മരുന്നിനൊക്കെ ആയിട്ട് ഉപകാരങ്ങൾ ചെയ്ത് പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക. ചിത്രജ്യോതി വിശാഖക്കാർ ചെയ്യുന്നത് ഈശ്വരപ്രീതിയൊക്കെ ചെയ്യാം, എങ്കിലും മനുഷ്യ നന്മകൾ ചെയ്യുക. വൃശ്ചിക രാശിക്കാർക്ക് നല്ല ഭാഗ്യങ്ങൾ ഉണ്ട്, എങ്കിലും എന്തോ ഒരു മന്ദസ്മിതത്തിനുള്ളിൽ ഒരു മൗനനൊമ്പരം. ഒത്തിരി സന്തോഷമുണ്ടെങ്കിലും എന്തോ ഒരു മനസ്സിനൊരു പ്രയാസം. ആർക്കോ വേണ്ടി അവരുടെ മനസ്സ് തേങ്ങുക. ചിലപ്പം സന്താനങ്ങളുടെ കാര്യങ്ങളാവാം, അല്ലെ മക്കളുടെ കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ രക്താനുഭവങ്ങളെക്കുറിച്ചാവാം, അല്ലേ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഒരു പരിഭവം അല്ലെങ്കിൽ കുറ്റബോധം, അതല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടം ഉണ്ടാകുക. അങ്ങനെ ഒരു കുറ്റബോധമോ സങ്കടമോ പ്രയാസമോ ഉണ്ട്. പക്ഷേ ഭാഗ്യം തുണയ്ക്കുന്നു. ധനുരാശിക്കാർക്ക് മാതൃവഴി, മക്കൾ വഴി, ആരോഗ്യം വഴി, തൊഴിൽ വഴിയൊക്കെ ഒരു വെല്ലുവിളികളുള്ള കാലഘട്ടമാണ്. വിഷ്ണുപ്രീതി, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, മനുഷ്യർക്ക് ദാരിദ്ര്യങ്ങൾക്കുള്ള ഉപശാന്തികൾ ചെയ്യുക, മരുന്ന് വാങ്ങാനുള്ളത്, അതുപോലെ തന്നെ ആഹാരം, ഇതൊക്കെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുക. മകരരാശിക്കാർക്ക് ഭാഗ്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അത് നിലനിൽക്കാനായിട്ട് ശനിപ്രീതി, സർപ്പപ്രീതി വരുത്തുക. കാരണം ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക് അടുത്ത രാഹുകേതുക്കൾ അവരുടെ ജന്മത്തിൽ വരികയാണ്. അതുകൊണ്ട് തൊണ്ട, വയറ്, ബ്ലഡ്, ഇതിനൊക്കെ എന്തെങ്കിലും മാരക രോഗങ്ങൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ. സർപ്പപ്രീതിയും മൃത്യുഞ്ജയ ഹോമവും ധന്വന്തരിയും പിന്നെ ശനിപ്രീതിയൊക്കെ ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അണുബാധകളൊക്കെ ശക്തി കുറഞ്ഞു കിട്ടും. കുംഭരാശിപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതിക്കാർക്ക് ശത്രുക്കൾ, പാരവെപ്പ്, തടസ്സം, അനാരോഗ്യം, കുടുംബത്ത് സമാധാനമില്ല, സ്വൈര്യമില്ല, എത്ര കിട്ടിയാലും തീരത്തില്ല. പണം തീരണ്ടേ? പഴയ കടം തീർക്കാൻ പുതിയ വരുമാനങ്ങൾ കിട്ടും, എങ്കിലും ബാധ്യതകൾ, പ്രശ്നങ്ങൾ തീരുന്നില്ല. എപ്പോഴും ശത്രുക്കളുടെ ഉപദ്രവവും തടസ്സങ്ങൾ നിൽക്കുകയും അനാരോഗ്യങ്ങളും ഭാഗ്യങ്ങൾ മുഴുക്കാതെ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളാണ്. എവിടെയും ഒരു ശത്രുതകളാണ് ഈ രാശിക്കാർക്ക്. ശനിപ്രീതി, സർപ്പപ്രീതി മുതലായതൊക്കെ ചെയ്യുക. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മം, കാരുണ്യപ്രവർത്തനം ഒക്കെ ചെയ്യുക. ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങളൊക്കെ തുണയ്ക്കും, എങ്കിലും ശാരീരിക സ്വാസ്ഥ്യം, മാനസിക സ്വാസ്ഥ്യം, അതുപോലെ തന്നെ മുൻകാല ബാധ്യതകൾ, അതുപോലെ തന്നെ അടുത്ത ഭാവിയിലേക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ, ഇവയ്ക്കൊക്കെ വേണ്ട ഭാഗീരഥ പ്രയത്നം ചെയ്യേണ്ട രാശിയാണ് ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. തൻ്റെ ആശ്രിതർക്ക് വേണ്ടി പണം മുടക്കേണ്ട കാലഘട്ടം. അവനവൻ്റെ കാലങ്ങൾ ഏതാണ്ടൊക്കെ ഇതായി, ബാക്കി അവശേഷിക്കുന്നവർക്ക് കുടുംബജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്സാഹിക്കുകയും ഒക്കെ ചെയ്യുക. ഒത്തിരി മോഹങ്ങൾ വെച്ച് പുലർത്തുകയും ഏതാണ്ടൊരു 3/4 മോഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന സമയമാണ്. എങ്കിലും ശനിപ്രീതി, ശാസ്താപ്രീതി, സർപ്പപ്രീതി ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ 12 രാശിക്കാർക്ക് നല്ലത്. 2026 വിഷുഫലമാണ് നമ്മളിപ്പോൾ കേട്ടത്. സമ്മിശ്ര ഫലമാണ് എല്ലാവർക്കും ഉള്ളതെന്നാണ് ശർമാജി പറയുന്നത്.
അതിനുള്ള പരിഹാരങ്ങളും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേരും സന്തോഷമായിട്ട് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ മുന്നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക, ഗുണഫലങ്ങൾ ശക്തി വർദ്ധിപ്പിക്കുക. വളരെയധികം നന്ദി ശർമാജി. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യവാരോ